എല്ലാ പ്രവാസി സുഹൃത്തുക്കളും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ. നമ്പർ 1, പ്രവാസി പെൻഷൻ. 2 വർഷം പ്രവാസിയായിട്ടിരുന്ന ഏതൊരാൾക്കും അവിടെ നിന്നോ ഇവിടെ നിന്നോ വേണമെങ്കിൽ പ്രവാസി പെൻഷൻ അപ്ലൈ ചെയ്യാം. പ്രവാസി പെൻഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 60 വയസ്സ് കഴിയുമ്പോൾ ഓരോ മാസവും 8000 രൂപ വരെ നിങ്ങൾക്ക് പെൻഷനായിട്ട് ലഭിക്കും. നമ്പർ 2, പ്രവാസി ID കാർഡ്. പ്രവാസി ID കാർഡ് കയ്യിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ എംബസിയെ കോൺടാക്ട് ചെയ്യാൻ അടക്കം പല സ്ഥലത്തും ഒരു പ്രിവിലേജ് കാർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്പർ 3, പ്രവാസി രക്ഷാ ഇൻഷുറൻസ്. പ്രവാസി രക്ഷാ ഇൻഷുറൻസ് കൊണ്ട് വർഷം വെറും 699 രൂപ മാത്രം പ്രീമിയം അടച്ചുകൊണ്ട് 2 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. നോട്ട് ദ പോയിന്റ്, ഇപ്പോൾ നിലവിൽ വിദേശത്തുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്പർ 4, സാന്ത്വന പദ്ധതി. സാന്ത്വന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ മാരേജ് അസിസ്റ്റൻസ്, ഡെത്ത് അസിസ്റ്റൻസ്, ട്രീറ്റ്മെന്റ് മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 50,000 രൂപ വരെ നിങ്ങൾക്ക് ധനസഹായം ലഭിക്കും, വെറും രജിസ്ട്രേഷൻ കൊണ്ട് മാത്രം. നമ്പർ 5, കാരുണ്യം പദ്ധതി. ഒരുപാട് കാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് 18% സബ്സിഡിയോട് കൂടിയിട്ട് ബിസിനസ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. പിന്നെ ഈ സേവനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് കേരള സംസ്ഥാന പ്രവാസി ക്ഷേമ വികസന സഹകരണത്തിന് കീഴിലുള്ള പ്രവാസി കേന്ദ്രയിലാണ്. എനിക്ക് ഈ വിവരങ്ങളൊക്കെ തന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ പുതിയ തെരുവിലുള്ള പ്രവാസി കേന്ദ്രയാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സർവീസോ വിവരങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ലോകത്ത് എവിടെ നിന്ന് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽസ് വീഡിയോയിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മിക്ക പ്രവാസി സുഹൃത്തുക്കൾക്കും അറിയില്ല ഈ കാര്യങ്ങളൊന്നും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രവാസി സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ.